ലാസ്റ്റ് കാന്തി ഇത് 10-300 കോടി അടിക്കും. കാരണം പാൻ ഇന്ത്യ മൂവിയല്ലേ 10-300 കോടി അടിക്കും. മൊത്തത്തോടെ പറഞ്ഞത് കേരളമല്ല അവിടെ മൊത്തത്തോടെ ടോട്ടലാണ് പറഞ്ഞത്. ടോട്ടൽ 10-300 കോടി അടിക്കുള്ള സാധനം ഉണ്ട്. കാരണം മേക്കിംഗ് ഒക്കെ പൊളിയാണ്, മാസൊക്കെ അടിപൊളി, കുറേശ്ശിയുടെ വരവൊക്കെ അടിപൊളി, എൻട്രിയൊക്കെ അടിപൊളിയാണ്, ക്ലൈമാക്സ് ഒക്കെ പൊളിയാണ്, ക്ലൈമാക്സിലൊക്കെ ഫൈറ്റൊക്കെ പൊളിയാണ്, ക്ലൈമാക്സ് സാധനം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ദീപക് ദേവിൻ്റെ കാര്യം. ട്രെയിലർ ഇറങ്ങിയ സമയത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു ആ ഒരു മ്യൂസിക് മാത്രമാണ് പടത്തിനൊരു ഇതായിട്ടുള്ളത്. അപ്പം ദീപക് ദേവ് മറുപടിയായിട്ട് പറഞ്ഞായിരുന്നു പടം കഴിയുമ്പോൾ അത് മാറ്റി പറയും. അത് അതുപോലെ പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം ആ നാട്ടിൽ ഒമ്പാല് വർക്കാണ് പുള്ളി ചെയ്തേക്കുന്നത്. ഓക്കെ കണ്ടിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ഒരുപാട് പ്രതീക്ഷയുണ്ടായിരിക്കാം. ലൂസിഫർ കഴിഞ്ഞിട്ട് ഇറങ്ങിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതിന് കിട്ടിയില്ല. ഇപ്പം ലൂസിഫർ കണ്ടപ്പം സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര ഓക്കെയാണ്. പക്ഷെ എന്നാൽ എനിക്ക് എന്നിലുള്ള പ്രേക്ഷകരിൽ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയില്ല, അത്രേ ഉള്ളൂ. ഓക്കെയാണ്, ഫാമിലി ഓഡിയൻസ് ഒക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞത് 3 മണിക്കൂറാണ് പടം. അതിൻ്റെതായിട്ട് ലാഗുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന വേണ്ടി ആ ഒരു സമയം കാണും. അപ്പോൾ ആ ഒരു ലാഗ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. ലാഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ സ്റ്റോറി ബിൽഡപ്പ് ചെയ്തതിനുള്ള ലാഗ് വേണം. 3 മണിക്കൂറാണല്ലോ. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, എല്ലാം സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ലാലട്ടൻ്റെ എൻട്രിയും എല്ലാം സെറ്റ്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിലേക്ക് ഒരു എൻട്രി പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതിൽ BGM ഒക്കെ ഡീറ്റെയിലായിട്ട് വന്നിട്ടുണ്ട്. BGMന്റെ ഒരു അയ്യൊരു കളി എന്ന് പറയുന്നത് അത് സംഭവമാണ്. പിന്നെ ഇതിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ആ എഫക്റ്റും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഒരു ലാലേട്ടൻ ഒരു പ്രേമി ലാലേട്ടന് ഒരുപാട് ഇഷ്ടം. ലാലേട്ടൻ്റെ കുറച്ച് സാധനങ്ങൾ, വളരെ കുറച്ച് സാധനങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റിൽ കണ്ട ലൂസിഫറിലെ അതേ സെയിം ലാലേട്ടന് ഇതിൽ 2-3 സീനിൽ കാണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ വർക്ക്, ഇതിന്റെ ഉഗ്രം ക്യാമറ വർക്കാണ്. പിന്നെ ഇതിന്റെ ഫൈറ്റ് സീന്, പിന്നെ ഇതിന്റെ ആർട്ടാണെങ്കിലും എല്ലാം കൊണ്ടും മേക്കിംഗ് രീതി വളരെ മൂടാണ്. പൃഥ്വിരാജിക്ക് പണി അറിയാം എന്തായാലും. പൃഥ്വിരാജിന് ഇനിയിപ്പം ഹോളിവുഡിലൊക്കെ പോയിട്ട് നല്ല ഡയറക്ഷൻ ചെയ്യാം. കാരണം നമ്മൾ ഓരോ സീനുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇംഗ്ലീഷ് പടമാണോ, ചിലപ്പോൾ ഹിന്ദി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഹിന്ദി പടമാണോ, അങ്ങനെ നമ്മളങ്ങനെ മെയിൻറ്റ് കൊണ്ടുപോകും. പക്ഷെ ബോറടി എന്ന് പറഞ്ഞുണ്ട്, ബോറടി ഉണ്ട്, നല്ലതുപോലെ ബോറടി ഉണ്ട് പടത്തിൽ. പക്ഷെ ഗുണങ്ങൾ ഈ ക്യാമറ സൈഡ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, കണ്ടിരിക്കുക. വൺ ടൈം വാച്ചബിളാണ്. ഒരു എമ്പുരാൻ 3 വരുമ്പോൾ എമ്പുരാൻ 2 ഒരു അപാകതകൾ മാറി വരുമെന്ന് പ്രതീക്ഷിക്കാം എന്നേ പറയാനുള്ളൂ. നമ്മൾ ഇത്ര വർക്ക് വെച്ച് വന്നിട്ട് നമുക്ക് നല്ലൊരു മൂവി ആയിട്ട് കിട്ടിയില്ല. മിക്സഡ് റിവ്യൂ ആണ്. എന്നാലും ലൂസിഫറിനെ അപേക്ഷിച്ച് എമ്പുരാൻ പോരാ എന്നേ പറയാനുള്ളൂ. സെക്കൻഡ് ഹാഫ് ആണ് പടത്തിൽ കുറച്ച് നല്ലതുള്ളത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഓക്കെ. ഫസ്റ്റ് ഹാഫ് പിന്നെ ലൂസിഫർ വിട്ട് സെക്കൻഡ് ഹാഫിന് ശേഷമാണ് എമ്പുരാനിക്ക് വരുന്നുള്ളൂ. അതുവരെ ലൂസിഫർ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, വൺ ടൈം വാച്ച് ചെയ്യാം. ഹോളിൽ 2 ബുക്ക് ചെയ്തായിരുന്നു. ഫ്രണ്ട്സ് 2 ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കിട്ടില്ല. കൂടുതൽ പറയാൻ എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല. അടിപൊളി പടം, അത് കാണണം. ഒന്നും പറയാൻ എക്സൈറ്റിൽ ഇരിക്കുകയാണ്.